ഹലോ, ഇത് ചങ്ങനാശ്ശേരി 32-ാം വാർഡാണ്. ഈ വാർഡിലെ വലിയൊരു വിഷയമായിരുന്നു ഈ ചെറിയ ഈ കലുങ്ക്. ഇത് വളരെ താന്ന് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെയുള്ളവർക്ക് വെള്ളക്കെട്ടായിരുന്നു. കംപ്ലീറ്റും ഇവിടെ വെള്ളം കയറി വണ്ടികളൊന്നും ഇതിലെ പോകത്തില്ല. 2 വീലറിന് പോലും പോകാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്താണേലും ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിന് മുൻകൈ എടുത്ത് 37 ലക്ഷം രൂപ ഇതിന് ഫണ്ട് അനുവദിക്കുകയും ഇവിടം ഉയർത്തി ഇതിൻ്റെ മുമ്പോട്ട് സാധാ ടാറിങ് ചെയ്ത് ഇത് ഇവിടെ താമസിക്കാൻ യോഗ്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് ആ വാർഡ് മെമ്പർക്ക് ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള വാർഡ് മെമ്പർമാർ വേണം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ 37 വാർഡും അങ്ങനെയുള്ളവർ വേണം ഭരിക്കാൻ. എന്നാലേ നാടിന് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഇതിനെ മുൻകൈ എടുത്ത് ഈ വാർഡിൽ തന്നെ നമ്മുടെ ജിമ്മിച്ചൻ കരിങ്കട, ജിമ്മിച്ചായ, എന്താ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വാർഡ് മെമ്പർ ഇതിന് തയ്യാറായോ? ഇവിടെ നമ്മളെ ഈ പാലം പണിയണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഈടം പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു വാർഡ് സഭ കൂടിയത്. അന്നൊരു 10-75 പേര് വാർഡ് സഭയിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഹോസ്പിറ്റൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സമയത്ത് വണ്ടി പോലും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ദുരിതം അനുഭവിക്കുമ്പോഴായിരുന്നു ഞാൻ ഈ വാർഡ് സഭയിൽ ഈ പാലവും ഈ റോഡും അപ്രോച്ച് റോഡും നല്ല രീതിയിൽ പൊക്കി ഉയർത്തി പണിയണമെന്ന് ആവശ്യപ്പെടുകയും മധുരാജ്, നമ്മുടെ കൗൺസിലർ മധുരാജ് അതിനുവേണ്ടി ശക്തമായിട്ട് പിന്നിന്ന് സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇന്നൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ആ വാർഡ് മെമ്പർക്ക് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള വാർഡ് മെമ്പർമാർ വേണം. നമ്മുടെ ചങ്ങനാശ്ശേരി പോത്തോട്ട് ആ ഭാഗത്തെ ആ റോഡ് വർഷങ്ങളായിട്ട് അത് വീതി കുറവായിട്ട് കിടക്കുക. അതായത് പണ്ടിശാലക്കടവ് റോഡ്. അതും ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ മുൻകൈ എടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ അവിടെ ആൾക്കാരെല്ലാം വിളിച്ച് പാണ്ടിച്ചലക്കടവ് സ്കൂളിലെ സെൻറ്റ് ജെയിംസ് അല്ലേ സ്കൂളിൻ്റെ പേര്, ആ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അവർ മീറ്റിങ്ങൊക്കെ കൂടിയതാണ്. പക്ഷേ ഞാൻ PW ഓഫീസിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പം അവർ പറയുന്നത് അത് സ്ഥലത്തിൻ്റെ വിഷയമായിട്ട് കിടക്കുക, ഇതുവരെ അതിനൊരു തീരുമാനവും ആയിട്ടില്ലെന്നുള്ളതാണ്. അവിടുത്തെ നാട്ടുകാർ ആ റോഡിനുള്ള സ്ഥലം കൊടുത്തിരിക്കുക. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെടുത്ത് ചെയ്യാത്തതെന്നാണ്. പിന്നെ എന്താണ് ഇത് ചെയ്യാൻ, ആരാണ് ഇതിനെ എതിര് നിൽക്കുന്ന ആരാ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വേക്ക് നിങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ അവിടെയുള്ളൊരു ചൂലെടുത്തടിക്കും നിങ്ങൾ. അതുകൊണ്ട് വികസനത്തിന് മുമ്പിൽ നിൽക്കുക. വോട്ട് വരുമ്പോൾ മാത്രം കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ കസാര കയറി ഇരിക്കാമെന്ന് നോക്കാതെ നിങ്ങൾ ഓരോരുത്തരും, എല്ലാ വാർഡ് മെമ്പർമാരും, നിങ്ങൾ എന്താണ് ഞങ്ങളോട് പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് ആ സീറ്റിൽ കയറി ഇരുന്നത് അത് ചെയ്ത് നടപ്പിലാക്കി തരുവാൻ നോക്കുക. ഫണ്ടില്ലെന്നൊന്നും പറയരുത്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് നല്ല രീതിയിൽ ഫണ്ടുണ്ട്. അത് വിനിയോഗിക്കേണ്ട രീതി വിനിയോഗിക്കണം. ഇവിടുത്തെ ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ബിൽഡിങ് കെട്ടിടങ്ങളുടെ വാടക മാത്രം മതി ഓരോ വാർഡിലെ വികസനത്തിന്. പക്ഷേ അത് മേടിക്കേണ്ട രീതി മേടിക്കണം. 1000 രൂപയ്ക്ക് ഒരു ബിൽഡിങ് കൊടുത്തിട്ട് അത് വാങ്ങുന്ന ആൾ 3000 രൂപ റെൻറ്റിനാണ് കൊടുക്കുന്നത്. മുനിസിപ്പാലിറ്റി ഡയറക്റ്റ് അവർക്ക് കൂടെ റെൻറ്റിന്. നിങ്ങളതിന് തയ്യാറല്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി നടക്കുന്ന ഒരു നിഗൂഢമായ പരിപാടിയാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി നടക്കുന്നത്. അത് മാറിയിട്ട് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം വരാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്നും ഇത് മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് ചങ്ങനാശ്ശേരിക്കാരുടെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇടതും വലതും ഭരിച്ച് ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് വെച്ചിരിക്കുക. വികസനത്തിന് മുന്നോട്ട് വരിക. അപ്പോൾ ജനം നിങ്ങളുടെ കൂടെ കാണും. ഇനിയും ഇതുവരെ നടന്ന സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇനിയും ചങ്ങനാശ്ശേരി നടക്കത്തില്ല. ഏറ്റവും ചെറിയ വോട്ട് മേടിച്ച് വാങ്ങിച്ച് ജയിച്ച ഒരാളല്ല മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരിക്കേണ്ടിയേ. 37 വാർഡിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച ആളാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരിക്കേണ്ടത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ആളോട് ഇതുണ്ടായിട്ട് പറയുകയല്ല. എന്നിട്ട് നിങ്ങൾ 2.5 വർഷമാകുമ്പോൾ അടുത്ത ചെയർമാൻ വരിക, അടുത്ത ആളെ മാറ്റുക. അങ്ങനെ ചങ്ങനാശ്ശേരി
വികസനം മുരടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ രീതി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇതിന് പ്രതികരണം ഉണ്ടാകും. ചങ്ങനാശ്ശേരി ജനങ്ങളിൽ നിന്ന് വരട്ടെ. ഇതെൻ്റെ മാത്രം ഞാൻ മാത്രം പറയുന്നതല്ല, ചങ്ങനാശ്ശേരിക്കാരുടെ മൊത്തത്തിലുള്ള ശബ്ദമാണ് ഞാനായിട്ട് നിങ്ങളിൽ ഇത് പറഞ്ഞെത്തിക്കുന്നത്.